എന്താ വന്നേന്ന് നോക്ക്. ഒരു വലിയ പെട്ടിയാണ്. വെൽക്കം ബാക്ക് ടു ജേർണൽ ഹാർട്ട്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 11:40 ആൻഡ് നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്കൊരു കുഞ്ഞി സംഭവം ചെയ്യണമെന്നുണ്ട് 12 മണിക്ക് മുന്നേ. വേറെ ഒന്നും നല്ല ഒരു കപ്പ് കേക്കിൽ ഒരു കുഞ്ഞി മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞി ക്യൂട്ടായിട്ടുള്ള സംഭവം ചെയ്യണമെന്നുണ്ട്. പിന്നെ എൻ്റെ മുടിയും കോലവും കണ്ട് നിങ്ങളൊന്നും വിചാരിക്കാതെ ഞാൻ കുളിച്ചു ആൻഡ് ഓഫ് കോഴ്സ് എണ്ണ കൂടി. എനിവേസ് അത് നമുക്ക് നാളെ സെറ്റാക്കാം. അപ്പോൾ 12:40 നമുക്ക് വേഗം ചെയ്യണം. ഇതാണ് എൻ്റെ ഡെസ്കിൻ്റെ അവസ്ഥ. ഇതിൻ്റെ പുറത്തൊരു ചെയ്യാമെന്നാ വിചാരിച്ചത്, പക്ഷേ സമയമില്ല. ഇത് വൃത്തിയാക്കി എടുക്കാനുള്ള എനർജി ഇല്ല എനിക്ക്. അതുകൊണ്ട് നമുക്ക് ഇത് വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് DIY ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ ഡെക്കറേഷൻ ആണ്. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ പറയാം. ഞാൻ കുഞ്ഞിലേ മുതൽ വീട്ടിൽ ആർക്കെങ്കിലും ബർത്ത്ഡേ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇത് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറയായിരുന്നു ഒരു കപ്പ് കേക്കും ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ പേസ്ട്രിയും പിന്നെ ഒരു ജെംസും വാങ്ങിച്ചുകൊണ്ട് വരാം. എന്നിട്ട് ആ കപ്പ് കേക്കിലെ പേസ്ട്രീനെല്ലാം എടുത്തിട്ട് ജെംസും വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു ബർത്ത്ഡേക്ക്. ഇതിന് അഡ്വാൻസ്ഡ് വേർഷൻ വേറെ ഒന്നുണ്ട്. അതായത് ഈ കുക്കിംഗ് ഷോ ഒക്കെ കണ്ടിട്ട് ഈ കേക്കിന്റെ അകത്ത് ഈ ഐസ്ക്രീം എന്തെങ്കിലും ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഐസ്ക്രീം ഇട്ട് കൊടുക്കുമായിരുന്നു കേക്കിന്റെ അകത്ത്. ഒരു കാര്യം അറിയാം, ഞാൻ എനിക്ക് വേണ്ടി സ്വന്തമായിട്ട് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഈ ഒരു സംഭവം ചെയ്തിട്ട് നമുക്ക് 12 മണിക്ക് വിഷ് ചെയ്യാം. ഇത് വാങ്ങിച്ചപ്പോൾ നല്ലൊരു ഹാർഡ് ഷേപ്പിലായിരുന്നു, പക്ഷെ മൊത്തവും പൊടിഞ്ഞുപോയി. പക്ഷേ കുഴപ്പമില്ല, എനിക്ക് കുറേ കുക്കിംഗ് ഷോ കണ്ട് പരിചയമുള്ളതുകൊണ്ട് നമ്മുടെ കേക്കിനെ സുന്ദരിയാക്കി എടുക്കാൻ പറ്റി. ഐ ഗാറ്റ് സ്കിൽസ്. അങ്ങനെയൊക്കെ നമ്മുടെ DIY കേക്ക് റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ക്യാൻഡിൽസ് വയ്ക്കാം. ഇത് ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ ഇതിൻ്റെ സൈസ് നോക്ക്, ഇത്രയും ചെറുതായിരിക്കും ഞാൻ വിചാരിച്ചില്ല. ഭയങ്കര കുഞ്ഞു ക്യാൻഡിലാണിത്. അങ്ങനെ ഓരോ ക്യാൻഡിലും വെച്ച് നോക്കി ലാസ്റ്റ് ആ ഓറഞ്ച് കളറിലാണ് സെലക്ട് ചെയ്തത്. എനിക്ക് പേടിയായിരുന്നു ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ 12 മണി കഴിഞ്ഞ് പോകുമെന്ന്. പക്ഷേ 12:57 ആയതേ ഉള്ളൂ. അപ്പം നമുക്ക് ക്യാൻഡിൽ കത്തിക്കാം. പാട്ടൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചതായിരുന്നു മുടിയൊക്കെ വൃത്തിക്കൊക്കെ കെട്ടണമെന്ന്, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ ഇറ്റ്സ് മൈ ബർത്ത്ഡേ. കേക്ക് കഴിച്ച് നോക്കണം. ഫസ്റ്റ് ബൈറ്റ് നിങ്ങൾക്ക്. കൊള്ളാം. ബേസിക്കലി ഇത് പ്ലം കേക്കാണ്, പിന്നെ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും. കേക്ക് കൊള്ളാം. കഴിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു. അതെ പിന്നെ ഉറക്കം വന്നില്ലെങ്കിൽ. ഇപ്പോൾ സമയം 12:05. അപ്പോൾ നമുക്കിനി പോയി കിടന്നുറങ്ങാം. എന്നിട്ട് നാളെ രാവിലെ നേരത്തെ എണീക്കണം. അല്ലെങ്കിൽ ഒരു 9 മണിക്കെങ്കിലും എണീക്കണം. 9 അല്ലെങ്കിൽ 10 എപ്പോൾ എണീക്കും നോക്ക്. അപ്പോൾ ഉറങ്ങാൻ പോകാം. ഞാൻ ഉറക്കം എണീച്ചു.
എണീച്ച സമയത്ത് കുറച്ച് വെയിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് മഴ. 12:30. കണ്ണൊക്കെ ചെറുതായിട്ട് അടഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ഇന്ന് ഉറങ്ങിയാൽ ശരിയാവും. കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഒരു സ്ഥലം മറ്റേ ഡെസ്ക് എടുത്ത് വെച്ചിട്ട് അവിടെ കേക്ക് കളിക്കാൻ പോകുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്ത് പോകണം. 12:30 ആയ സ്ഥിതിക്ക് നമുക്ക് 2 മണി 3 മണി ആ ഒരു സമയത്ത് നമുക്ക് ഡെസ്ക് ഒക്കെ എടുത്ത് വെച്ച് ഡെക്കറേഷൻ നടക്കും. ഒരു 6 മണിയാകുമ്പോൾ നമുക്ക് പുറത്ത് പോകാം. എനിക്കെൻ്റെ മുടി ഇത് ചെയ്യണമെന്നുണ്ട്. ഇതിൽ മറ്റേ ഡ്രയറും സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ സംഭവങ്ങളൊന്നും ചെയ്യാറില്ല. പക്ഷെ വിചാരിച്ചു വൈ നോട്ട്. ഫുഡ് കഴിക്കണം, നീമൂല കഴിക്കണം, പിന്നെ ചുമ്മാ ഇരിക്കണം. യാപ്പിൽ ഫ്രീ ടൈം കാരണം അത്യാവശ്യം ഭയങ്കര ബിസി ആയിരിക്കും. യാപ്പ് വന്നിട്ട് 3 മണിക്ക് മുന്നേ സംഭവങ്ങൾ ചെയ്ത് തുടങ്ങാം. വന്നിട്ട് ഒരു 6 മണിയാകുമ്പോൾ നമുക്ക് പുറത്തോട്ട് പോകാം. അതിന് മുന്നേ എല്ലാം ചെയ്ത് കൊടുക്കണം. ലെറ്റ്സ് ഗോ. A few moments later. ഇപ്പോൾ സമയം ഓഫ് കോഴ്സ് 3 മണി കഴിഞ്ഞു. 4 മണിയാവാറായി. 4 മണി ആയി. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് സമയമുണ്ട്. 6 മണിയുടെ സമയമുണ്ടല്ലോ. 6 മണിക്കെങ്കിലും കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോൾ ഞാൻ ടേബിൾ ഓൾറെഡി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സംഭവങ്ങൾ അൺബോക്സ് ചെയ്യണം. എല്ലാം പാക്കറ്റിലിരിക്കുന്ന അൺബോക്സിംഗ് അല്ല, ആക്ച്വലി പാക്കറ്റിലിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇനി എടുത്ത് ഡെക്കറേഷൻ തുടങ്ങാം. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് കാണിച്ചു തരാം. ഇപ്പോൾ കുറച്ച് വെട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ നാച്ചുറൽ ലൈറ്റിൽ ഇതെങ്ങനെയാണ് തിളങ്ങി നിന്ന് കാണിച്ചു തരാം. കാരണം കേക്ക് മുറിക്കുമ്പോൾ എന്തായാലും കുറച്ച് ഇരുട്ടുമല്ലോ. അപ്പോൾ ഡ്രസ്സിനെ തിളക്കം കാണുമായിരിക്കും, പക്ഷേ വെയിലത്ത് വേറെ തിളക്കമല്ലേ. സാവനിൽ നിന്നാണ് വാങ്ങിച്ചത്. ആൻഡ് ദ ഡ്രസ്സ് ഫുൾ ലെങ്ത് ഉള്ള ഡ്രസ്സാണ്. ദിസ് ഈസ് ലൈക്ക് സോ പ്രിറ്റി. എൻ്റെ കയ്യിലുള്ള ഏറ്റവും അടിപൊളി ഡ്രസ്സാണെന്ന് തോന്നുന്നത്. തിളങ്ങുന്നുണ്ടോ? അപ്പോൾ അതാണ് എൻ്റെ സുന്ദരി ഡ്രസ്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് ചീപ്പിൽ ചെയ്യുന്നതിനെക്കാട്ടി മുടിയിൽ എന്തെങ്കിലും സ്റ്റൈലിലേക്ക് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഈ ഡ്രസ്സിൻ്റെ അനുസരിച്ച് നിൽക്കുള്ളൂ. ജസ്റ്റിഫൈ ചെയ്യണമല്ലോ ലുക്കിനെ മൊത്തത്തിൽ. ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് സോ പ്രിറ്റി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഡ്രസ്സ് വാങ്ങുന്നത്. ഞാൻ വാങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇതുവരെ വാങ്ങിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നുണ്ട്, വാങ്ങണോ വേണ്ടി ഇങ്ങനെ കുറേ 2-3 ദിവസം എടുത്ത് ഞാൻ ആലോചിച്ച് പിന്നെ വിചാരിച്ചു നേരത്തെ പറഞ്ഞത് തന്നെ ഓഫ് കോഴ്സ് ഇറ്റ്സ് മൈ ബർത്ത്ഡേ. വൈ നോട്ട്, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴും പല കാര്യങ്ങളും ഇപ്രാവശ്യം ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം ഡെക്കറേറ്റ് ചെയ്തിട്ട് ഈ പാർലറിൽ പോയിട്ട് മുടി ചെയ്തിട്ട് വേഗം വരാൻ. അപ്പോൾ എല്ലാം നമുക്ക് വേഗം ചെയ്യണം. അപ്പോൾ ഞാൻ ടേബിൾ ഓൾറെഡി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു കർട്ടൻ ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിലാണ് എനിക്ക് ചെയ്യാൻ പ്ലാൻ. മറ്റേ ബലൂണൊക്കെ ഇങ്ങനെ ആർച്ച് പോലെ വെക്കൂലേ, അങ്ങനെ. പിന്നെ ഇത്രയും വലിയ ടേബിൾ വിരിക്കാനുള്ള വൈറ്റ് ക്ലോത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റിന്റെ അടിഭാഗം വെച്ചാൽ വിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എടുക്കാം. ഫസ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗോൾഡ് കളറിലെ ക്യാൻഡിൽ ഹോൾഡർ ആണ്. ഇത് ഞാൻ മീഷോന്നാണ് വാങ്ങിച്ചത്. ഇതിൽ 6 എണ്ണം വെച്ച് വരുന്നുണ്ട്. പിന്നെ അടുത്തത് വാങ്ങിച്ചത് വലിയ ക്യാൻഡിൽസ് ആണ്. സാധനം അടിപൊളിയാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും ദൂരത്തുനിന്ന് വന്നുകൊണ്ടായിരിക്കും ഇതിൻ്റെ എല്ലാത്തിനും നടുക്ക് പൊട്ടിയായിരുന്നു. പിന്നെ മെഴുകുതിരി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നടുക്ക് ഉരുക്കിയിട്ട് സെറ്റാക്കാന്ന്. പിന്നെ അടുത്ത വാങ്ങിച്ച പാക്കറ്റിൽ കുറേ ബലൂൺസും പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നും ഗോൾഡൻ കളറിൽ എഴുതിയ സംഭവം ഉണ്ടായിരുന്നു. ആൻഡ് ആ എല്ലാ ബലൂണിലും കാറ്റ് ഇറക്കാൻ വേണ്ടി ഞാൻ ബലൂൺ പമ്പ് വാങ്ങിച്ചു. എനിക്ക് പറ്റിയൊരു ചെറിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഒരു 2 ആഴ്ച മുന്നെങ്കിലും വാങ്ങിച്ച് വെക്കാറുള്ളായിരുന്നു. കാരണം എന്താ, ഇപ്പം ഞാൻ മാറ്റിയൊരു ബലൂൺ ഇല്ലേ, അത് കീറിയതാ. അപ്പോൾ 2 ആഴ്ച മുന്നേ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് സാധനങ്ങളൊക്കെ നോക്കിയിട്ട് നല്ലത് വെച്ചിട്ട് ബാക്കി എല്ലാം എക്സ്ചേഞ്ച് ചെയ്യായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ പറ്റൂലല്ലോ. അതുകൊണ്ട് ഗൈസ്, നിങ്ങളത് ഓർത്തോ, ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളൊക്കെ 2 ആഴ്ച മുന്നെങ്കിലും വാങ്ങിച്ച് വെക്കുക. പിന്നെ എനിക്ക് ബലൂൺ പൊട്ടുന്നത് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ കാറ്റ് നിറയ്ക്കുന്ന സമയത്ത് പേടിച്ചാ കാറ്റ് നിറച്ചത്. എനിക്കത് കഴിഞ്ഞിട്ടോ കെട്ടാൻ പേടി. പിന്നെ ഒരു 3-4 ബലൂൺ ചെയ്തതിന് ശേഷം എനിക്ക് പെട്ടെന്ന് ബാക്കി ചെയ്ത് തീർക്കാൻ പറ്റി. ഈ ബലൂൺ ശരിക്കും കൊള്ളാല്ലേ കാണാൻ. പക്ഷെ കുഴപ്പമെന്ന് പറഞ്ഞത് അനക്കിക്കൊണ്ടിരുന്ന അതിനകത്തുള്ള സംഭവം പറന്ന് കളിക്കുക. പക്ഷെ അനക്കാതെ വെച്ചിരുന്ന അതെല്ലാം ഒരു സ്ഥലത്തിന് അടിഞ്ഞുകൂടിയിരിക്കും. അങ്ങനെ 25 ബലൂണും കാറ്റ് നിറച്ച ശേഷം നോക്ക് 6:15. അപ്പോൾ ഗൈസ്, പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഓൾറെഡി ഇട്ട് നിന്നപ്പോഴത്തേക്ക് എനിക്ക് എന്താ വന്നേന്ന് നോക്ക്. അത് കൊള്ളാമെങ്കിൽ ചേച്ചി ഓൾറെഡി ഒരു ഗിഫ്റ്റ് തന്നായിരുന്നു, പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. 6 മണിക്ക് പോകണമെന്ന് പ്ലാൻ ഇട്ടതാണ്. പക്ഷേ സമയം കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു അരമണിക്കൂറൊക്കെ എടുക്കോളായിരിക്കുമല്ലേ, കുഴപ്പമില്ല, ഒന്ന് നോക്കാം. കുഴപ്പമില്ല. പക്ഷേ ആകാശം കൊള്ളാമല്ലേ, ഇറ്റ്സ് സോ ബ്ലൂ.
വീട്ടിലെത്തി. അപ്പോൾ നമുക്ക് ബലൂൺസ് ഒക്കെ വേഗം ഒട്ടിച്ചിട്ട് ഇതിലേക്ക് കിടിലാക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്കിങ്ങനെ ആർച്ച് പോലെ ബലൂൺസ് വെക്കാം. ബലൂൺ ഇങ്ങനെ കൊരുത്ത് വെക്കാനുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഗ്ലൂ ടേപ്പ് ഒട്ടിച്ചിട്ട് കർട്ടനിൽ ഇങ്ങനെ ഒട്ടിക്കാമെന്ന്. പക്ഷേ ഗായ്സ് ഇത് നോക്ക്, അത് ഒരു വിധത്തിൽ ആ കർട്ടനിൽ ഇരിക്കണില്ല. അങ്ങനെ പ്ലാൻ മാറ്റി പിടിച്ച് 2 സൈഡിൽ ഇങ്ങനെ കൊല കണക്ക് വെക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇത് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ 2 ആഴ്ച മുന്നെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു വെക്കണേ. ഭാഗ്യത്തിന് ആ ഒരു ലെറ്റർ ജസ്റ്റ് ഒന്ന് കീറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അത് പശ വെച്ച് ഒട്ടിക്കാൻ പറ്റി. അങ്ങനെ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ കൊരുത്ത് കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ മെഴുകുതിരി നടുക്കുന്ന ഉരുക്കി സ്ട്രെയിറ്റ് ആക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ വെക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം നോക്ക്, കുഴപ്പമില്ല, മൊത്തത്തിലൊരു ചെറുതായിട്ടൊരു ചരിവുണ്ടെന്നല്ലാതെ നടുക്കുന്ന ഇങ്ങനെ ഇളകിയൊന്നും കിടക്കുന്നില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കർട്ടനിൽ ഒട്ടിക്കാനുള്ള ഗോൾഡൻ റിബൺസ് ഉണ്ടാക്കുന്നതും ഒട്ടിക്കുന്നതും എല്ലാം ഇഷ്യൂനെ ഏൽപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് കുറേ സമയം ലാഭിക്കാൻ പറ്റി. പിന്നെ ഇതായി ഒരു ക്യാൻഡിൽ ഇത് ഒട്ടിച്ചപ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാൻ. എനിക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. അങ്ങനെ നമ്മൾ ഡെക്കറേഷൻ്റെ സംഭവങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ടേബിളിൽ ഒരു പെട്ടി പോലും ബാക്കിയില്ല. അങ്ങനെ 30 ബലൂൺസ് ലേറ്റർ. സമയം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ദിസ് ഈസ് ദ ടൈം. 11 മണിയെ. ഇന്ന് തന്നെ കേക്ക് മുറിക്കാൻ പറ്റും. അതുകൊണ്ട് ഇനി ആക്ച്വലി ട്രാൻസിഷൻ റീൽസിന്റെ ബാക്കി എടുക്കണം. അയ്യോ എല്ലാം കൂടെ വരെ മുടി കൊള്ളല്ലേ ചെയ്തത്, കൊള്ള. അപ്പൊ നമുക്ക് ഇനി ഡ്രസ്സ് ഇടാം. അപ്പോൾ ദിസ് ഇസ് മൈ ലുക്ക്. എനിക്ക് വേറെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ അറിഞ്ഞൂടാ. പിന്നെ ഇത് ചേരും തോന്നുന്നത് ചേരുമല്ലോ ഡ്രസ്സിൻ്റെ കൂടെ. അപ്പോൾ ഇതാണ് ഡ്രസ്. ഞാൻ ലൈക്ക് ഫുള്ള് കാണിച്ചു തരാം. ഇതിൽ ഇങ്ങനെ ലൈക്ക് ബോഡി ഫിറ്റ് പോലെ. ഗൈസ്, ദിസ് ഇസ് മൈ കേക്ക്. ഞാൻ കൊടുത്ത ഇൻസ്പോ എന്ന് പറഞ്ഞതാ ഇതുമാണ്. പക്ഷേ കുഴപ്പമില്ല, ലൈക്ക് ഈ ഒരു ഗോൾഡ് സാധനം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ, അത് നല്ല രസമുണ്ട് കാണാൻ. റൈറ്റിങ്ങും കൂടെ നല്ല ഗോൾഡിൽ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു. ഞാൻ കേക്കിൽ ബേബി പ്രിൻസസ് ആണ് കൊടുത്തത്. എനിവേസ്, ഞാൻ തന്നെ എന്നെ പാമ്പർ ചെയ്തില്ലെങ്കിൽ വേറെ ആര് ചെയ്യും? ഇങ്ങനത്തെ ക്യാൻഡിൽസ് ആണ് ഞാൻ വാങ്ങിച്ചത് കേക്കിൽ വയ്ക്കാൻ. ആൻഡ് എന്തോ കാരണം കൊണ്ട് ഞാൻ ഒരു ക്യാൻഡിൽ മാത്രം ബാക്കി വെച്ചിരുന്നു. ആൻഡ് കേക്ക് മുറിക്കുന്ന സമയത്ത് അതാ വെച്ചേ. കാരണം ഈ കാണുന്ന ക്യാൻഡിൽസ് ഒക്കെ ഞാൻ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം തീർന്നു പോയി. എന്റെ ഡ്രസ്സ് തിളങ്ങുന്ന നോക്ക്. പിന്നെ ഇതുപോലെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. ആൻഡ് 11:45 എന്തു പറ്റിയാത്തോ, പക്ഷെ വീഡിയോയ്ക്ക് ഫോക്കസ് മാറിപ്പോയി, ക്ലാരിറ്റി ഇല്ല. കേക്ക് മുറിച്ചിട്ട് കഴിക്കാൻ വിളിച്ചപ്പോൾ എല്ലാവർക്കും മടി, വീഡിയോ എടുക്കുന്നുണ്ട്. അയ്യോ നിങ്ങൾക്കറിയില്ല, അതാണ് ഞാൻ പറഞ്ഞ സംഭവം. ലൈക്ക് കേക്കിൻ്റെ അത് എനിക്കിത് സത്യം പറഞ്ഞാൽ പൊട്ടിക്കാൻ തോന്നണില്ല. ലൈക്ക് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതുകൂടെ മുറിച്ച് കഴിക്കണമെന്നായിരുന്നു, പക്ഷെ അയ്യോ. അപ്പം നമുക്കിനി കേക്കൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡ്രസ്സ് മാറ്റണം. ഐസ് ഒരു കാര്യം കാണിച്ചാൽ എൻ്റെ ഡ്രസ്സ് തിളങ്ങുക നോക്ക്. എനിക്കിതൊന്നും മാറ്റാൻ തോന്നുന്നില്ല. ലൈക്ക് കൊള്ളാം. ശരിക്കും കുറച്ചും കൂടെ ബലൂൺസൊക്കെ വെക്കണമെന്നായിരുന്നു, പക്ഷേ ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. എനിക്കിത് സീരിയസ്ലി മാറ്റാൻ തോന്നുന്നില്ല. അതിങ്ങനെ ഇരിക്കട്ടെ. ലൈക്ക് ഇത് കൊള്ളാമല്ലേ. നമ്മൾ കേക്ക് കഴിച്ചതിൻ്റെ ബാക്കി ഓൾറെഡി 12 മണി ആയതുകൊണ്ട് ആരും അധികം കേക്ക് കഴിച്ചില്ല. എനിക്കത് നാളെ ആയിരിക്കും കഴിക്കുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ഇവിടെ നമ്മൾ കുഞ്ഞു കുഞ്ഞു റിബൺസ് വെച്ചായിരുന്നു. So this is my birthday.